അയ്യോ ഇതൊക്കെ ചെറുത്, ഇതിലും വലിയ മണ്ടത്തരങ്ങളാ കാണിക്കാറ്. ആളെ വേണ്ടത്ര പരിചയമില്ലാത്തോണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ചിരിച്ച് 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 ചാവും നമ്മള്. എന്റെ കേശുവേ ഒന്നും പറയണ്ട, കോമഡി എന്ന് പറഞ്ഞ ഇജാതി കോമഡി. സത്യം. എന്താണ് കോമഡി? ഞാനും കേക്കട്ടെ. ഷിബു റോക്സ് ഇല്ലേ, ഞങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി. എന്തിന്? അലിയ സീരിയസ് ആയിട്ട് ഒന്നുമില്ല. ഞാൻ ശരചേട്ടോട് നടന്നു പോവായിരുന്നു. പുള്ളിക്ക് അത് കണ്ടിട്ട് പിടിച്ചില്ല. ഞങ്ങളെ പിടിച്ചു നിർത്തി. പുള്ളി എന്ന് വന്നു, എപ്പ പോവും, എന്താ പരിപാടി, ഓരോരോ ചോദ്യങ്ങള്. ഏത് സംഭവം കാര്യമൊക്കെ പറഞ്ഞ ഒരു പാവമാണ്. പക്ഷെ എന്നാലും അവൻ നമുക്ക് വലിയൊരു ശല്യമാണ്. ശല്യം എന്നൊന്നും പറയലടാ, അവൻ അവന്റെ വഴിക്ക് അങ്ങ് ജീവിച്ചു പോട്ടെ. അവന്റെ വഴിക്ക് പോട്ട് നമ്മുടെ വഴിക്ക് എന്തിനു പറഞ്ഞേ? അത് ശരിയാണ്. കേശുവേ, ഞാൻ ഇന്ന് പോകട്ടോ. ഇന്നാ ശരി. അപ്പൊ അതെന്തിന് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം, നമുക്ക് അടിച്ചു പൊളിക്കാം. നമുക്ക് അടിച്ചു പൊളിക്കാം. അടുത്ത പ്രാവശ്യം വരുമ്പോ അടിച്ചു പൊളിക്കാവേ. ആരെ അറിയില്ല, പരിചയമില്ലാത്ത നമ്പർ. നമ്മളെന്താ പറഞ്ഞത്? മറ്റേ പോകുന്ന കാര്യം അല്ല. എങ്ങോട്ടാ? ചെന്നൈയിലോട്ടാണോ നേരെ, അതോ വീട്ടിൽ കയറാൻ വല്ല പ്ലാനും ഉണ്ടോ? വീട്ടിൽ കയറാൻ പ്ലാൻ ഇല്ല. ഈ പ്രാവശ്യം നേരെ ചെന്നൈയിലോട്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോ വീട്ടിൽ പോകും. കയറിയാ മതി. കോള് എടുത്തു. ഹലോ, ആര്? കേശേ, ഷിബു റോക്സൻ ഉണ്ടല്ലോ, നമ്മുടെ ഫാമിലിയും ഷാരോൺ ചേട്ടനും കമ്പനി ആവണത് തീരെ പിടിക്കണില്ല. ഇത് മാത്രമല്ല, നമ്മൾ അതേ ഷാരോൺ ചേട്ടനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്നേ. ഞാൻ മറ്റേ പുള്ളിക്കെതിരെ റാഗിങ്ങിന് കംപ്ലൈന്റ് കൊടുത്തല്ലോ. ആ കംപ്ലൈന്റ് പിൻവലിച്ചതിന് ശേഷം ഷാരോൺ ചേട്ടൻ ശരിക്കും എനിക്ക് ചേട്ടനെ പോലെയാ. എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും എപ്പോഴും പുള്ളിയുണ്ട്. സത്യം പറഞ്ഞ ഒരു ലോക്കൽ ഗാർഡിയനെ പോലെ. നമുക്കത് വിശ്വാസമായിട്ടാണല്ലോ പുള്ളി ഇവിടെ നിർത്തിയത്. എന്താണെങ്കിലും ഷാരോൺ ബ്രോ ഇവിടെ ഉള്ളതുകൊണ്ടേ നമ്മുടെ ഷിബു റോക്സ് ഇവിടെ കിടന്ന് ചുറ്റക്കിറങ്ങാൻ സാധ്യതയുണ്ട്. എന്താണ് അമ്മുമ്മേ, ശിവചേച്ചി ഷാരോൺ ചേട്ടനും കൂടെ വഴി കൂടെ പൊക്കോണ്ടിരുന്നപ്പോ ഷിബു റോക്സ് തടഞ്ഞു നിർത്തി, ഭീഷണിപ്പെടുത്തി. തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയാ? എപ്പാ? ചുമ്മാതാ അമ്മുമ്മേ, അതിനുള്ള ധൈര്യം ഒന്നും ഷിബുവിനില്ല. അതൊന്നും പറയാൻ പറ്റത്തില്ല. കനകത്തിനെ തട്ടിക്കൊണ്ടു പോകാനല്ലേ അവനെ. കനകാന്റിനെ തട്ടിക്കൊണ്ടുപോയ കാര്യം പറയാതിരിക്കാൻ നല്ലത്. വെറുതെ കനകാന്റിയുടെ കയ്യിൽ നിന്ന് അവൻ കുറെ അടി മേടിച്ചു കൂട്ടിയെന്നല്ലാതെ. എന്തൊക്കെ പറഞ്ഞാൽ 24 മണിക്കൂർ ശിവചേച്ചിയുടെ പറയാ ഷിബു റോക്സ്. അത് പിന്നെ ശിവ ഇവിടെ ലാൻഡ് ചെയ്തെന്ന് അറിഞ്ഞ പിന്നെ ഷിബുടെ കട പോലും ശ്രദ്ധിക്കാറില്ല. വേണ്ടി വന്നാലേ ഷിബു അവന്റെ കട വരെ മറക്കും. പക്ഷെ അത് ശിവ പറയണം. അതെ അതെ, പാവ ഷിബു റോക്സ് അല്ലേ അളിയാ? ஆமா, எனக்கும் அப்படியே தான் தோணும். பாவமா இருப்பான். பின்ன சில பாட்டி தாழ்த்தனமா ஏதாவது ஒண்ணு செய்வான். എനിക്കും ഇടയ്ക്കിടയ്ക്ക് അവനോട് സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. അവനൊരു നല്ല സ്നേഹമുള്ള കൊച്ച. തങ്കപ്പെട്ട ചെക്കൻ. ശിവ മനസ്സ് വച്ചാൽ വേണമെങ്കിൽ ഷിബുവിന് ഒരു ജീവിതം കൊടുക്കാൻ. ഇപ്പൊ വേണ്ട, പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി സെറ്റിലായതിനു ശേഷം. നിങ്ങൾ എന്നോട് ചുമ്മാ ഓരോന്ന് ആവശ്യമുണ്ട് പറഞ്ഞുണ്ടാക്കല്ലേ ഏട്ടാ. നിങ്ങൾ നോക്കോ, മിക്കവാറും അവന്റെ അന്ത്യ എന്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും. അങ്ങനൊന്നും പറയല്ലേ, ഭാവി പറഞ്ഞല്ലേ. എന്തോ ഭാവി 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 എന്ത് പറ? ശരി, എല്ലാവരും ശരിയോ? കൊച്ചിനെ പറഞ്ഞിട്ട് എന്തോ കാര്യം? നിങ്ങളൊക്കെ ഓരോന്ന് പറയുന്ന കേൾക്കും, അതാ കൊച്ചു കേട്ട് പഠിക്കും. അവൾ കൈ നിട്ടും പറഞ്ഞു തുടങ്ങി ഭാവി വരല്ലേ. പറഞ്ഞ ഓടിപ്പോ ഞാൻ. എന്തായി? എന്നിപ്പോ ആരാ വിളിച്ചെന്നറിയോ? ആര്? സാക്ഷാൽ ഷിബു റോക്സ്. അത് കൊള്ളാല്ല. യവ അതിന്റെ ഇടയ്ക്ക് എങ്ങനെ അളയന്റെ നമ്പർ ഒപ്പിച്ചേ? അയ്യോ, കുരുട്ട് ബുദ്ധിയാണ്, എവിടെന്നെങ്കിലും ഒപ്പിക്കും. അല്ല, എന്നിട്ട് എന്താ പറഞ്ഞ? അവൻ എന്നോട് പറയുവാണ് നാളെ നേരം വെളുക്കുമ്പോ എന്നെ ഇവിടെ കാണാൻ പാടില്ലെന്ന്. അഥവാ കണ്ട മറ്റന്നാളത്തെ പ്രഭാതം എന്നെ അവൻ കാണിക്കൂലെന്ന്. എനിക്ക് അറിഞ്ഞൂടെ. കൊണ്ട് എന്തിനു പറ്റുവോടോ? നീ ആളുടെ കൊടുക്കണം, ആകാശത്തല്ല എറിയേണ്ടത്.
പന പോലെ പൊക്കോണ്ടല്ലോ ചാടി പിടിക്കണമായിരുന്നു. ബോഡി ഷേമിങ് നിങ്ങളുടെ ടീമിന്റെ ആൾക്കാർ ബോഡി ഷേമിങ്. അയ്യേ ഞാൻ ഇവിടെയാണല്ലോ നിലത്താണല്ലോ ഇരിക്കണത്. ഈ മോട്ടസ് നിങ്ങളുടെ ടീമുള്ള എല്ലാവരും മോശമാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ടീമിലെ പിന്നെ ഹൈ എൻഡ് എലഗന്റ് കണ്ട കണ്ട എടാ, ഇതൊക്കെ ഇങ്ങനെ ചാടിയ പിടിക്കാവുന്ന സാധനമാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ കൈ വെച്ച് തരാം. പിന്നെ അലമ്പാക്കല്ലേ കളി അലമ്പാക്കല്ലേ നീ പോടാ. ആ ഗൗരിയുടെ സൈഡാണല്ലോ. കനകം ദേ പ്രായമുള്ള മനുഷ്യനാന്ന് തോന്നുന്നുണ്ട് അവിടെ വന്നിരിക്കുന്നു. അയ്യോ കഷ്ടം പാവം. ஆமா இல்லம்மா. ஐயோ பாவமா இருக்காங்கல்ல. அம்மா அவர் ஏதாவது சாப்பிட்டு இருப்பாங்களோ? അറിയത്തില്ല അതാണ്ട തീരെ വയ്യാൻ തോന്നുന്നു. நம்ம போய் கேட்கலாமா? പിള്ളേരെ അപ്പൂപ്പാ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? நீங்க ஏதாவது சாப்பிட்டீங்களா? വല്ലതും വേണോ? കഴിക്കാൻ വല്ലതും വേണോ? കാശ് വല്ലതും വേണോ? உங்க ஊர் எங்க? അയ്യോ എങ്ങനെയാ ഇവിടെ വന്ന് പെട്ടേ? என்னம்மா இது? என்ன கேட்டாலும் ஆ ஊ மட்டும் சொல்றாரு. തീരെ വയ്യാൻ തോന്നുന്നു. എന്തുവാടാ ഇത്? അമ്മ സോറി ഒരു ഫ്ലോയിൽ എങ്ങനെ വന്നപ്പോ അതാണ്ട് അപ്പൂപ്പനെടുത്ത് വെച്ചേക്കുന്നു. അപ്പൂപ്പനെടുത്ത് വെച്ചടാ. ഡിസ്ക് അപ്പൂപ്പൻ എന്തരന് അപ്പൂപ്പന്റെ ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടോ നടുവിന്റെ? ഒരെണ്ണം ഞാൻ വെച്ചേരും കേട്ടാ. പുള്ളി എടുത്ത് വെച്ചാ ചോദിരടാ. അപ്പോ ആ പിങ്ക് കളർ പ്ലേറ്റ് തരുമോ? ഇല്ല തരൂല. കളിക്കണ്ട. കളിക്കണ്ടേ? വേണ്ട. എന്ത് കളിച്ചാല്? ഭയങ്കര വെയില്. കളിക്കണ്ട. അപ്പൂപ്പ ഡിസ്ക് അപ്പൂപ്പ ഇല്ല. അല്ല അപ്പൂപ്പ അപ്പം കുഴപ്പമില്ല ഇരുന്നോ. ഡിസ്ക് ഒന്ന് തരുമോ? ഇല്ല എനിക്ക് ചോറ് വേണം. ചോറ് 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 ഇതിലിട്ട് തിന്നല്ല. ചോറ് ഇതിലിട്ട് തിന്ന. അപ്പൂപ്പ നിക്കോ? അപ്പൂപ്പ 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 ഒരു മിനിറ്റ്. വാ കുഞ്ഞു മോനെ ചക്കര ശിവുവേ, നിനക്ക് എന്താടാ? നിനക്ക് എന്തിന്റെ കേടാ? നിന്റെ തല്ലി തല്ലി എനിക്ക് മടുത്ത്. ഇപ്പൊ നീ എന്താ എനിക്ക് ഇവിടെ വന്നേ? ഡിസ്ക് എടുക്കാൻ വേണ്ടി. ഡിസ്ക് എടുക്കാൻ 5 വരെ ഞെണ്ടും. അതിനു മുമ്പ് ഇവിടുന്ന് സ്ഥലം കാലിയാക്കില്ലെങ്കിൽ ഇങ്ങോട്ട് വരും. വേണ്ട. 2 1 വേണ്ട വിട്ടോ. 2 3 4 എന്താ മൂമ്മത്? എനിക്കറിഞ്ഞൂടാ.